വർഗീയവാദികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്യാൻ. അത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ യുവതലമുറകൾക്കും മനസ്സിലാക്കണം. നമ്മളിപ്പോഴും യുണൈറ്റഡ് ആയിരിക്കണം. ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഇതേപോലെ തന്നെ ഞാനില്ലെങ്കിൽ കൂടി അടുത്ത വർഷം ഇതേ തിരക്കുണ്ടാവണം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരിക്കലും മഹാത്മാവ് എന്ന് പറയുന്നില്ല, ഞാൻ ഒരിക്കലും മഹാ ആത്മാവ് എന്ന് അങ്ങനെ ഒരു സംസ്കൃതം വാക്കേ ഞാൻ ഉപയോഗിക്കുന്നില്ല. മഹാവീരനാണ് അയ്യങ്കാളി. അപ്പോ അടുത്ത വർഷം എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് ഞാനില്ലെങ്കിൽ കൂടി മക്കളെ വരാണക്കണ്ട ഒരു മിനിറ്റ്. അടുത്ത വർഷം ഞാനില്ലെങ്കിൽ കൂടി ഇതേ ജനത്തിരക്ക് ഇത്രയധികം ജനങ്ങൾ തന്നെ അടുത്ത വർഷവും മാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണം. നന്ദി. എനിക്ക് അത്ര പറയണം. ഞാൻ അധികം ഒന്നും ഉണ്ടെങ്കിൽ ഞാനൊരു പാട്ടുകാരനാണ്. ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. ഞാൻ എന്ത് പാട്ട് പാടണം? പൊയ്യനപ്പച്ചന്റെ പാട്ട് പാടാനാണെന്ന് പറയുന്നത്. വണക്കം. വളരെ കുറച്ച് സമയമേ അനുവദിയുമായിട്ടുള്ളൂ. ഞാനൊരു പാട്ട് പാടിയിട്ട് ഞാൻ പതുക്കെ പോവുകയാണ്. എനിക്ക് പോകാൻ വഴി ഒരുക്കണമെന്നായിരുന്നു ചെയ്തു. ഒരുപാട് പരിപാടികളുണ്ടെന്ന്. കടലമ്മ കരഞ്ഞല്ലേ കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ലേ പെട്ടത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. നിന്ന് മുന്നോട്ട് വരുമ്പോൾ അപ്പോഴും നമ്മൾ വായിക്കും. അപ്പോഴും നമ്മൾ മഹാവീരൻ അയ്യങ്കാളിയെ കുറിച്ചും ബാബാ സാഹേബ് അംബേദ്കറെ കുറിച്ച് നമ്മൾ എണ്ണിക്കൊണ്ടേയിരിക്കും. ആ ഒരു സാഹചര്യത്തില് മഹാവീരൻ അയ്യങ്കാളിയെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട തോഴൻ കുന്നുകുഴി എസ് മണി എഴുതിയ പുസ്തക പ്രകാശനം കൊണ്ട് ഞാനിവിടെ നടത്തുകയാണ്. സംഘം ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രഥമ ബില്ലുവേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ദേവദാസിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഇത് നൽകുന്നതിന് വേണ്ടി സാമൂഹ്യ പരിപാലന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജഗതി സുരേഷിനെ ക്ഷണിക്കുന്നു. ഈ പുരസ്കാരം വാങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ജനങ്ങളോട്, ഈ പുരസ്കാരത്തിന് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ല. ഞാൻ ചെയ്യുന്നത് മഹാവീരൻ അയ്യങ്കാളിയും ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ നടക്കുക മാത്രമാണ്. നിങ്ങളും നിങ്ങളും അതേ വഴിയിലൂടെ നടക്കുക, വിദ്യാഭ്യാസം നേടുക, അധികാര ശ്രേണിയിലേക്ക് എത്തുക. നമ്മുടെ ജനങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങളെ ഇനിയും ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക. ജയ് ഭീം. എനിക്കിപ്പോ ഇറങ്ങാൻ നേരായിട്ടുണ്ട്. ഒരുപാട് ഉത്തമരെല്ലാരും കല്ലുകൊണ്ട് ആ കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് ആ കല്ല് വെറുക്കി ഞാൻ പാത തിരിച്ചതിൽ
നഗരത്തിന്റെ രാജവീതിയില് നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് ഇവിടെ വില്ലുവണ്ടി ഓടിച്ച് നമ്മുടെ ധീരതയ്ക്ക് പ്രതീകമായി നിന്ന ഒരാളുണ്ടായിരുന്നു. ആളുടെ പേരെന്താണ്? മഹാവീരൻ അയ്യങ്കാളി. പോയിട്ട് വരാം മക്കളെ. ഇതിനെ വലിയൊരു വേദി ഞാൻ കാണാൻ പറ്റട്ടെ. അങ്ങയുടെ ഒരുപാട് പ്രിയപ്പെട്ട തോഴൻ ആർ അനിരുദ്ധൻ എഴുതി പ്രകാശനം ചെയ്തിരുന്ന ഒരു പുസ്തകമാണ്. അതിന്റെ പ്രകാശന ചടങ്ങും കൂടി നമ്മൾ നടത്തുന്നതായിരിക്കും. ആർ അനിരുദ്ധൻ സാറിനെ നമുക്ക് വിളിക്കാം വേദിയിലേക്ക്. മറ്റൊരു പുസ്തകം ചരിത്രത്തിലെ അയ്യങ്കാളി. അത് നമ്മുടെ പ്രിയപ്പെട്ട തോഴൻ ശ്രീ കുന്നുകുഴി എസ് മണി നമുക്ക് വേണ്ടി എഴുതിയതാണ്. നമ്മൾ എന്തുകൊണ്ട് അയ്യങ്കാളിയെയും ബാബാ സാഹേബ് അംബേദ്കറെയും തുടർന്ന് വായിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതിന്റെ കാരണം നമ്മളിപ്പോഴും അടിമകളാക്കപ്പെട്ടിരിക്കുന്നു.